നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. തുടരൻ വിജയങ്ങൾക്ക് ശേഷം 3 തുടരൻ പരാജയങ്ങൾ. PBKസിന് എന്താണ് സംഭവിക്കുന്നത്? തോൽക്കാനുള്ള വഴി അവരായിട്ട് കണ്ടെത്തുന്ന മട്ട്. എത്ര ക്യാച്ചുകളാണ് ഡ്രോപ്പ് ചെയ്തത്? ശശാങ്ക് സിംഗും കൂപ്പർ കനോലിയുമൊക്കെ സ്റ്റംപിങ് മിസ് ചെയ്യുന്നു വിക്കറ്റ് കീപ്പർ. യശ്വേന്ദ്ര ചാഹലിനെ സമ്മതിക്കണം. അദ്ദേഹത്തിന് ലഭിക്കേണ്ട വിക്കറ്റുകൾ ഏതൊക്കെ വഴിയിലാണ് പോയത്? ആ ഡ്രോപ്പ് ചെയ്യപ്പെട്ട ക്യാച്ചുകളൊക്കെ SRH മുതലാക്കിയെടുത്തു എന്ന് മാത്രമല്ല, അവർക്ക് നേരെ വന്ന ക്യാച്ചുകളൊക്കെ അവർ പിടിക്കുകയും ചെയ്തു. അതാണ് ഈ മത്സരത്തിലെ ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് ഞാൻ പറയും. കൂപ്പർ കനോലി സെഞ്ചുറി നേടി PBKസിനായിട്ട്. അതേസമയം മറുഭാഗത്ത് ബാറ്റർമാർ ഒന്നടങ്കം ഓരോരുത്തരായിട്ട് മികവ് കാണിച്ചു SRHനായി. അപ്പോൾ 33 റൺസിൻ്റെ വിജയമാണ് SRH നേടിയിരിക്കുന്നത്. മത്സരം വിജയിച്ചതോടുകൂടി IPLൻ്റെ പോയിൻ്റ് പട്ടികയിൽ 14 പോയിൻറ്റോടെ 1-ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു SRH. 11 കളി 14 പോയിൻറ്റ്. PBKs 10 കളി 13 പോയിൻറ്റ് 2-ാം സ്ഥാനത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത SRH നിശ്ചിത 20 ഓവറുകളിൽ 4 വിക്കറ്റിന് 235 റൺസ് അടിച്ചപ്പോൾ PBKs നിശ്ചിത 20 ഓവറുകളിൽ 7 വിക്കറ്റിന് 202 റൺസ് മാത്രമാണ് അടിച്ചത്. പറഞ്ഞല്ലോ, ക്യാച്ച് ഡ്രോപ്പിങ്ങും മറ്റുമൊക്കെയായിട്ട് PBKs സ്വയം വരുത്തി വെച്ച വിനയായിരുന്നു ഇത്. അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് പതിവ് പോലെ വെടിക്കെട്ട് തുടക്കം നൽകി. അഭിഷേക് മടങ്ങി. ഫെർഗൂസൻ്റെ പന്തിൽ ശ്രേയസ് അയ്യർ പിടിച്ച് പുറത്താകുമ്പോഴേക്കും പക്ഷേ അവൻ പൊളിച്ചടുക്കി കഴിഞ്ഞിരുന്നു. 13 പന്തിൽ 2 4 4 6 അടക്കം 35 റൺസാണ് അദ്ദേഹം നേടിയത്. പിന്നെ ഇഷാൻ കിഷനും ട്രാവിസ് ഹെഡും ചേർന്നുള്ള മുന്നോട്ട് പോക്ക്. അവർക്ക് ലൈഫുകൾ കിട്ടുന്നു, അതവർ മുതലാക്കുന്നു. 19 പന്തിൽ നിന്ന് 3 4 3 6 അടക്കം 38 റൺസാണ് ട്രാവിസ് ഹെഡ് അടിച്ചതെങ്കിൽ 32 പന്തിൽ നിന്ന് 2 4 4 6 അടക്കം 55 റൺസാണ് ഇഷാൻ കിഷൻ അടിച്ചത്. ഹെൻറിക് ക്ലാസൻ വീണ്ടും പൊളിച്ചടുക്കി. ഓറഞ്ച് ക്യാപ്പ് തലയിലണിയുന്ന കാഴ്ച. 43 പന്തുകളിൽ നിന്ന് 3 4 4 6 അടക്കം 69 റൺസ് അദ്ദേഹം അടിച്ചപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡി 13 പന്തുകളിൽ നിന്ന് 2 4 2 6 അടക്കം 29 റൺസുമായിട്ട് പുറത്താകുന്നു. അങ്ങനെ പൊളിച്ചടുക്കിയ ഒരു ഇന്നിങ്സ് SRHൻ്റെ വക. ഞാൻ വീണ്ടും പറയുന്നു, ഡ്രോപ്പ് ചെയ്ത ക്യാച്ചും സ്റ്റംപിങ് മിസ് ചെയ്തതും ഒക്കെ SRH മുതലെടുത്തിട്ടുണ്ട്. മറുപടി ബാറ്റിങ്ങിൽ തുടക്കത്തിൽ തന്നെ പണി കിട്ടുന്നു. പ്രിയാൻ ഷാരിയെ പറഞ്ഞു വിടുന്ന പാറ്റ് കമിൻസ് അതൊരു കൃത്യമായിട്ട് ട്രാപ്പിലാക്കിയതാണ്. ആ പന്തെറിയുന്നതിന് തൊട്ട് മുമ്പ് ഫീൽഡ് ഒന്ന് മാറ്റി അതൊരു ഫുള്ളർ ലെങ്ത് ഡെലിവറി ആകും എന്ന് ബാറ്ററെ കൊണ്ട് ഗസ് ചെയ്യിച്ച് ഷോർട്ട് ബോൾ എറിഞ്ഞ പാറ്റ് കമിൻസ് പ്രിയാൻ ഷാരിയെ വീഴ്ത്തി. അടിക്കാനുള്ള പ്രിയാൻ ഷാരിയുടെ ശ്രമം ഇസാൻ മലിംഗ പിടിച്ച് അവസാനിക്കുകയായിരുന്നു. മികച്ച ക്യാച്ചാണ് മലിംഗ എടുത്തത്. 3 പന്തിൽ 100 റൺസ് മാത്രമാണ് അദ്ദേഹം അടിച്ചത്. തൊട്ടു പിന്നാലെ അടുത്ത ഓവർ നിതീഷ് കുമാർ റെഡ്ഡിക്ക് കൊടുക്കുന്നു. ന്യൂ ബോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന നിതീഷ് കുമാർ റെഡ്ഡി എന്താ ചെയ്തതെന്ന് വെച്ചാൽ തുടക്കത്തിൽ തന്നെ പ്രഭ് സിമ്രാൻ സിംഗിനെ പറഞ്ഞു വിടുന്നു. 2 ഓപ്പണർമാരും മടങ്ങുന്നു. 4 പന്തിൽ നിന്ന് 3 റൺസാണ് അദ്ദേഹം അടിച്ചത്. ഇത്തവണ ക്യാച്ച് എടുത്തതോ പാറ്റ് കമിൻസ്. അപ്പോൾ SRH അവർക്ക് നേരെ വരുന്ന ക്യാച്ചുകൾ കൃത്യമായിട്ടെടുത്തു. കൂപ്പർ കനോലിയും ശ്രേയസ് അയ്യരും ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്ന കരുതി. പക്ഷേ ഇസാൻ മലിംഗയുടെ പന്തിൽ പാറ്റ് കമിൻസ് പിടിച്ച് അയ്യർ വെറും 5 റൺസ് അടിച്ച് മടങ്ങി. കനോലിക്ക് കൂട്ടായിട്ട് സ്റ്റോയിനിസ്. ആ കൂട്ടുകെട്ടാണ് പിന്നെ ടീമിനെ ഒരുവിധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ 7ാമത്തെ ഓവറിൽ സ്റ്റോയിനിസ് മടങ്ങി. അപ്പോൾ സ്കോർ ബോർഡിൽ 63 റൺസായിരുന്നു. 14 പന്തുകളിൽ നിന്ന് 3 4 2 6 അടക്കം അദ്ദേഹം 28 റൺസ് അടിച്ചു. ഷഡ്ഗെ 17 പന്തുകൾ 1 4 2 6 അടക്കം 25 റൺസ് അടിച്ചു. കളി അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ ആകെയുള്ളൊരു ആകാംക്ഷ കൂപ്പർ കനോലി സെഞ്ചുറി നേടുമോ എന്നുള്ളതായിരുന്നു. അദ്ദേഹം അത് കൃത്യമായിട്ട് നേടി. എന്ന മറുഭാഗത്ത് ശശാങ്ക് സിംഗ്, ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്ത ശശാങ്ക് സിംഗ് ബാറ്റിങ്ങിലും പരാജയപ്പെട്ട് അടിക്കാനുള്ള ശ്രമം. ഷാക്കിബ് ഹുസൈൻ്റെ പന്തിൽ നിതീഷ് കുമാർ റെഡ്ഡി പിടിച്ച് പുറത്തായി. 3 പന്തുകളിൽ നിന്ന് 4 റൺസാണ് അടിച്ചത്. യെൻസൺ 16 പന്തിൽ നിന്ന് 19 റൺസ് അടിച്ചു. അതേസമയം കൂപ്പർ കനോലി ഒരിക്കൽ കൂടി സൂപ്പർ കനോലിയായി സെഞ്ചുറി നേടി പുറത്താകുന്നു. 59 പന്തിൽ നിന്ന് 7 4 8 6 അടക്കം 181.36 സ്ട്രൈക്ക് റേറ്റിൽ 107 റൺസിൻ്റെ ഗംഭീരമായിട്ടുള്ളൊരു ഇന്നിങ്സ് അദ്ദേഹം കളിച്ചു. പക്ഷേ അതുകൊണ്ടാവുമായിരുന്നില്ല ഒടുവിൽ അവരിപ്പം 33 റൺസിന് പരാജയപ്പെട്ടു. പാറ്റ് കമിൻസിൻ്റെ ബൗളിംഗ് എടുത്ത് പറയണം. 4 ഓവറിൽ 34 റൺസിലാണ് അദ്ദേഹം 2 വിക്കറ്റുകൾ വീഴ്ത്തിയത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.